ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയതിലൂടെ ഞാൻ എന്നിൽ നേടിയെടുത്ത കുറച്ച് നല്ല മാറ്റങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, എല്ലാവരെയും പോലെ തന്നെ ഞാനും താമസിച്ചെഴുന്നേറ്റ് വളരെ വെപ്രാളപ്പെട്ട് രാവിലത്തെ ജോലികളൊക്കെ തീർത്തിരുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിലും ഒരു മാറ്റമുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിനായി ഞാൻ രാവിലെ താമസിച്ചെഴുന്നേൽക്കുന്ന ആ രീതിയൊന്ന് മാറ്റി ഒരു 4 മണിക്ക് എഴുന്നേൽക്കാൻ തീരുമാനിച്ച് അത് ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം മാറുന്നതായി ഞാൻ കണ്ടു തുടങ്ങി. രാവിലെ ഞാൻ ഉണർന്നതിന് ശേഷം എൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന ദൈവങ്ങൾക്ക് മുൻപിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും. അതിനുശേഷം ഞാൻ മെഡിറ്റേഷനാണ് ചെയ്യുന്നത്. അതിനായി ഞാൻ വിളക്ക് വയ്ക്കുന്ന മുറി തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. കൂടാതെ ഒരു ചിരാതിൽ ദീപം മുൻപിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഇത് എനിക്ക് കൂടുതൽ പോസിറ്റിവിറ്റി നൽകുന്നുണ്ട്. ഡെയിലി ഒരു 30 മിനിറ്റ് മെഡിറ്റേഷൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കും. അതിനുശേഷം ഞാൻ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതും. ദിവസവും ഞാനൊരു 11 കാര്യങ്ങൾ എൻ്റെ ബുക്കിൽ എഴുതി വയ്ക്കും. ആദ്യം തന്നെ ഡേറ്റ് എഴുതി എൻ്റെ പ്രപഞ്ചശക്തിക്ക് നന്ദി എന്നെഴുതി തുടങ്ങും. അതിനുശേഷം എനിക്ക് ഇന്നും ആരോഗ്യവതിയും സന്തോഷവതിയുമായി ഉണരാൻ സാധിച്ചതിന് നന്ദി, എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമ്പൂർണ്ണ ആരോഗ്യത്തിന് നന്ദി എന്നിങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള 11 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്പറിട്ട് എഴുതി വയ്ക്കും. അതിനുശേഷം കിച്ചണിലെ എൻ്റെ എല്ലാ ജോലികൾക്കും ശേഷം കുട്ടികളെ സ്കൂളിലും വിട്ടിട്ടാണ് ഞാൻ എക്സസൈസിലേക്ക് നീങ്ങുന്നത്. ഡെയിലി 30 മിനിറ്റ് ഇതിനായിട്ട് ഞാൻ എന്നും മാറ്റിവെക്കാറുണ്ട്. ഇതിനൊക്കെയും ശേഷം പകൽ ഒരുപാട് സമയം എനിക്ക് വായനയ്ക്കും എൻ്റെ മറ്റു കാര്യങ്ങൾക്കും നൽകാൻ സാധിക്കുന്നുണ്ട്. അതിലുപരി എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടയോടും കൂടി എനിക്കിപ്പോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതചര്യയിൽ ചെറിയൊരു മാറ്റം വരുത്തിയപ്പോൾ എൻ്റെ ശരീരത്തിനും മനസ്സിനും അത്ഭുതകരമായ മാറ്റം ഉണ്ടായി തുടങ്ങി. നിങ്ങൾക്കും ഇത് സാധിക്കും. ഞാൻ എൻ്റെ ഉപബോധ മനസ്സിലേക്ക് എൻ്റെ പൂർണ്ണ ആരോഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത നൽകിയപ്പോൾ എന്നിലേക്ക് പൂർണ്ണ ആരോഗ്യം എത്തിത്തുടങ്ങി. പൂർണ്ണ ആരോഗ്യത്തോടെയുള്ളൊരു മനസ്സ് എനിക്ക് ലഭിച്ചു തുടങ്ങി. ഇത് നിങ്ങൾക്കും ലഭിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലേക്ക് ഒരു നെഗറ്റീവായ കാര്യങ്ങളും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്കിതുപോലെ മാറാൻ സാധിച്ചെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഈ വീഡിയോ കാണുന്ന എല്ലാവരിലും നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്ന് ജീവിതം ഉന്നതങ്ങളിലേക്ക് എത്താനായി ഞാൻ ആശംസിക്കുന്നു. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് കൂടുതൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.